ഹലോ ഗൈസ്, ഞാനാണ് കാർത്തിക് ശ്രീ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗ്രാനി ലെഗസി ഹോളോ മോഡാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് ഗ്രാനി ലെഗസി ഹോളോ മോഡാണെങ്കിൽ ഹാലോവീന് പ്ലസ് നൈറ്റ് മെയർ പ്ലസ് റെൻട്രീന ഇവയെല്ലാം ഇട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകാനോ. ഓക്കെ, പക്ഷേ ഇന്ന് ഞങ്ങൾ വിത്തൗട്ട് ഡൈയിങ് കോഡാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഞങ്ങളുടെ ലൈക്ക് ടാർഗറ്റ് ഒരു 25 വെക്കുവാണ്. എല്ലാവരും അടിച്ചു പൊട്ടിക്കുക. ഈ വീഡിയോ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇതിനകത്ത് ഞങ്ങൾ ഇന്ന് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ ഗ്ലിച്ച് ഉപയോഗിക്കത്തില്ല, ഫെയർ ഗെയിം പ്ലേ ആയിരിക്കും. ഓക്കെ, ആരും ഇതായിട്ട് ഗ്ലിച്ച് ഉപയോഗിച്ചിട്ട് ഓളം കൂടെ തൊട്ടിട്ട് പോലും ഇല്ല. ഓക്കെ, ഗ്ലിച്ച് ഇല്ലാതെ ആരും കളിച്ചിട്ടില്ലല്ലോ, പക്ഷേ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും നോക്കാം. അപ്പോൾ നേരെ ഞങ്ങൾക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഡേ 1 ആയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ എടുക്കാൻ ഞങ്ങൾക്ക് വുഡ് ടെസ്റ്റിക്ക് എടുക്കാം, അതെടുത്തോണ്ട് പോവാവേ. ഓക്കെ, അപ്പോൾ ഈ നേരെ ഇവിടെ താഴോട്ട് ഡ്രോപ്പ് ചെയ്യാവേ. അതിന് ശേഷം ഇവിടെ ആണെങ്കിൽ റെസ്റ്റി പാളൊക്കെ ഉണ്ട്, അതെടുക്കാം. ഇവിടെ ക്രിക്കിംഗ് ഫ്ലോർ ഒച്ചയുണ്ട്. അതിന് ശേഷം ഗ്രാനി വരും. നമുക്ക് വേഗം തന്നെ പോകണം. ഹാലോവീൻ നൈറ്റ്മെയർ ആണ്. ഓക്കെ, ഇരുട്ടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ കേസ് ഓഫ് ഗ്രാനിയുടെ അത്ര വരത്തില്ല ഗൈസ്. മൊബൈലിൽ കളിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഇതൊന്നും വലിയ ഇരുട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഓടോടോട്, അയ്യോ സ്ലെൻഡ്രീന ആയോന്ന് ഓർത്ത് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കഥയുടെ നിന്നത്. ഇത് വേറെ സംഭവം, ജംസ്കെയർ തരാൻ വേണ്ടി സ്ലെൻഡ്രീന ഉണ്ടാവും. ഓക്കെ, സ്ലെൻഡ്രീന ഓളം കൂടി ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇതേ പറഞ്ഞില്ല, ഇതേ വന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, നേരെ നമുക്ക് മണ്ടക്കൊണ്ട് ബുക്കാണ് വെക്കേണ്ടത്. ഫസ്റ്റ് ബുക്ക് കൊണ്ട് വെക്കണം. ബുക്ക് വെക്കുന്നതിനൊക്കെ ഒച്ചയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്. ചാൻസ് ഉള്ളതല്ലേ ഒച്ച ഉണ്ടാവും. അതെങ്ങനെയൊക്കെ വെട്ടി ചെയ്യണം. ഇപ്പോൾ വെച്ച് അമക്കീനെ കഥവിൻ്റെ കീഴിൽ. ഓക്കെ ഗൈസ്, വേഗം കൊണ്ട് വെക്കാം. ഓക്കെ, അടയട്ടെ. അപ്പോൾ ഗൈസ് ഇവിടെ ആഞ്ചലിക്ക് നമുക്ക് ബുക്ക് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഒരു ഒച്ച ഉണ്ടാവും, പക്ഷേ ഞങ്ങൾ ഇതിലെ കൂടെ തന്നെ പോകത്തുള്ളൂ. ഞങ്ങൾക്കറിയാം ഞാൻ ഇങ്ങോട്ടൊക്കെ പോകുന്നുള്ളത്. പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടെ കറങ്ങിച്ചല്ല. ഇനി ഞങ്ങൾക്ക് എടുക്കേണ്ടത് ചെയിൻ കട്ടേഴ്സാണ്. ചെയിൻ കട്ടറാണ് എടുക്കേണ്ടത്. അത് താഴെ കാണും. അത് ഞങ്ങൾക്ക് അത് പോയി എടുക്കണം വേഗം. ഈ നിങ്ങൾക്ക് ഒരു ഒറ്റ ഗ്ലിച്ചുകൂടി യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. ഞാൻ തന്നെ 1.0 കംപ്ലീറ്റ് ആക്കിയത്. ഒഫീഷ്യലായിട്ട് അച്ചീവ്മെന്റ് എടുത്ത് ഒരേ ഒരു പ്ലെയർ ഞാനാണ്. രണ്ടാമതെടുത്ത വാൾഷാഡോ എന്ന് പറയുന്ന ഒരു ഗെയിമറാണ്. ഞാൻ വേണമെങ്കിൽ പുള്ളിയുടെ ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു മെമ്പറും കൂടാണ് ലാഗേജ് ഏജൻസിൻ്റെ. അപ്പോൾ ഞാൻ ഏതായാലും റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. പോയി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് നേരെ മണ്ടക്കോട്ട് കയറാവേ. ഞങ്ങൾ ചെയിൻ കട്ടേഴ്സിൻ്റെ കളറുണ്ടോ, പർപ്പിൾ ആണ്. ഞങ്ങൾക്ക് ഒരു പുത്തന് ഒരു റോക്കി റോയിൽ പോലുണ്ട്. ഞങ്ങൾ ഫ്രീ ഫയറിലൊക്കെ ഞങ്ങൾ കോയിനൊക്കെ ഇട്ട് ഗ്രാനിക്കകത്ത് കിട്ടുന്ന കോയിനൊക്കെ വെച്ച് കറക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത്. എനിക്കാണെങ്കിൽ ഇതിൻ്റെയൊക്കെ തന്നെ എന്തോ അതിൻ്റെ റെയിൻബോ വേർഷൻ ആണെങ്കിൽ കട്ടിംഗ് ബ്ലേസിന് മാത്രമേ കിട്ടിയുള്ളൂ. ഓക്കെ, ഇത് ബാക്കിയെല്ലാം കൂടെ കറക്കി എടുക്കണം. ബാക്കിയെല്ലാത്തിനും റെയിൻബോയും കൂടെ കിട്ടിയാൽ മതി, എല്ലാം കംപ്ലീറ്റ് ആവും. നമുക്ക് ബാക്കി എല്ലാ കളറും നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി ഗ്രാനി വരുന്ന വരെ നോക്കിക്കോ. ഈ ഗ്രാനി പോയിട്ടുണ്ട്. അയ്യോ ട്യൂൺസേ, ഇതിൻ്റെ മണ്ടക്കോട്ട് പോവാ. അപ്പോൾ ഈ ഗ്രാനി അവിടെ ഫുള്ള് ക്രിക്കിംഗ് ഫ്ലോസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഗൈസ് ഇത് ഗ്ലിച്ചില്ലാതല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡേഞ്ചർ ഒരുപാടാണ്. ഓക്കെ, അതാണ് ഇഷ്ടംപോലെ ക്രിക്കിംഗ് ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സ്റ്റിൽ ഞങ്ങൾ സീറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഫെയർ ഗെയിം പ്ലേ. ഓക്കെ, ഗ്ലിച്ചില്ലാതെ കംപ്ലീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡാണ്. ഞാൻ കുറേ കളിച്ചു നോക്കി കേട്ടോ. ഞാൻ എൻ്റെ ഓണസ്റ്റ് എക്സ്പീരിയൻസ് പറയുകയാണ്. ഓക്കെ, ഞങ്ങൾക്ക് എടുക്കേണ്ടത് നമ്മൾ സ്പൈഡറൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് നേരെ താഴോട്ട് പോവാം. ഇവിടെ ആണെങ്കിൽ അവിടെ മറ്റേ മണി ഒച്ചയൊക്കെ കേട്ടു. ഓക്കെ ഗൈസ്, ഇവിടെ ഒച്ച ഉണ്ടാക്കി നോക്കാം. അയ്യോ തൂങ്ങി ഇല്ല, പോകാൻ പറ്റത്തില്ല ഗൈസ്. ഗ്രാനി ഇപ്പോൾ വരുമോ? അടിക്കുന്നു എങ്ങനെ ഇറങ്ങിയുള്ള അവസ്ഥയെന്ന് ആലോചിച്ചേ. ഒറ്റ അടി കിട്ടിയേനെ. അപ്പോൾ ഈ ചൂലും പിടിച്ചോണ്ടാവും പോകുന്നത്. അതൊന്നും ഞങ്ങൾക്കൊരു കാര്യമേ അല്ല. ഞാൻ പറഞ്ഞില്ലേ, അതത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്രാനി മണ്ടക്ക് ട്രാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. കാണാൻ പോലും പറ്റത്തില്ല. ട്രാപ്പൊക്കെ കണ്ണി കാണത്തില്ല. ഞാൻ പറയാമല്ലോ, ഒന്നാതെ ഹോളോ മൂഡാണ്, ഒരുപാട് ഡാർക്കറാണ് ഇമ്പോസിബിളിനേക്കാളും. ബീസ് ഗ്ലിച്ചൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ ആർക്കും പറ്റും. ഞാൻ 2-3 തവണ ചെയ്തതുമാണ്. പക്ഷേ ഗ്ലിച്ചില്ലാതെ കംപ്ലീറ്റ് ചെയ്യുന്ന ആദ്യത്തെ പ്ലെയറായിട്ട് ഞാൻ മാറും. ഇപ്പം തന്നെ മാറും, കണ്ടോ? അതത്രേ ഉള്ളൂ. അതത്ര. ഓക്കെ, നമുക്ക് അതൊക്കെ മണ്ടക്കോട്ട് കയറാം. നമുക്ക് ഇതിലെ കൂടെ ഇറങ്ങി പോകാം. ഇപ്പുറത്തൂടെ പോയി ചെന്നാൽ ട്രാഫിൽ ചെന്ന് വീഴും. വേണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. പ്ലീസ്, എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി പോയി ഒച്ച ഉണ്ടാക്കാം. സംഭവം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ സീവറിൻ്റെ മറ്റേ ഡോർ ഞങ്ങൾ താഴോട്ട് പോകത്തില്ല. അവിടെ ഞങ്ങൾ റെസ്റ്റി പാടൊക്കെ ഇടും. അത് വേഗം എടുത്ത് ചാടാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ്. അതിനാണ് ഇത്രയും കാണുന്ന പണി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് കുറച്ച് പതുക്കെ ചെയ്താൽ മതി കാര്യങ്ങൾ.
പ്ലീസ് ആലോവിൻ നൈറ്റ്മെയറുണ്ട്, സ്ലെൻഡ്രീനുണ്ട്, എല്ലാ ടൈപ്പ് യൂണിക്കും ഉണ്ട്. ഓക്കെ, ആരും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഡാർക്കസ്റ്റ് മോഡ് എന്നൊക്കെയാണ് പറയുന്നത് ഇതിട്ട് കഴിഞ്ഞാൽ. പക്ഷേ കേഴ്സ് ഓഫ് ഗ്രാനൈറ്റ് അത്രയും ഡാർക്കർ ഒന്നുമല്ല, ഞാൻ പറയാമല്ല. കേഴ്സ് ഓഫ് ഗ്രാനൈറ്റോട് ഏതായാലും ഇപ്പം വരത്തില്ല. ഈസിയിൽ മാത്രമേ ഉള്ളൂ ഡാർക്കായിട്ട് തോന്നുന്നത്. ആ മൊബൈലിൽ ചിലപ്പോൾ അതെനിക്കറിയില്ല, മൊബൈലിൽ അത്ര ഡാർക്കൊക്കെ വെച്ചാൽ താങ്ങത്തില്ല ആരും, അത് സത്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് റെസ്റ്റി പാടൊക്കെ അറിയാം. ഇനി ഞങ്ങൾക്ക് ഓ മൈ ഗോഡ് ഒച്ചയുണ്ട്, ഇപ്പം ഗ്രാനി വരും. നമുക്ക് ഇച്ചി ഇറങ്ങിയിരിക്കാം, കണ്ടു കഴിഞ്ഞാൽ തീർന്നു. നിങ്ങൾക്ക് ചെയിൻ കട്ടർ എടുക്കണം, ഞങ്ങൾക്ക് പിന്നെ വുഡൻ സ്റ്റിക്ക് എടുക്കണം. അത് രണ്ടും കൂടെ എടുത്തിട്ടാണ് ഈ സീവറിലോട്ട് പോകാൻ. അപ്പോൾ ഇത് മനസ്സിലാക്കണം, സീവറിനകത്തോട്ട് ചാടി ക്ലിച്ചില്ലാതെയാണ് ആഞ്ചലിനെ വട്ടം ചുറ്റുന്ന സമയമാണേ. കണ്ടു കഴിഞ്ഞാൽ മോനെ തീർന്നു. ഇമ്പോസിബിളും അല്ല, വെച്ച് അമക്കുമല്ല അതിന്, ഞാൻ പറഞ്ഞു സത്യം. എനിക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ചെയ്യാനുള്ള ചെയ്യുക. പക്ഷെ ഞങ്ങൾ വിത്തൗട്ട് ഡൈങ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും, ഗ്ലിച്ചില്ലാതെ. ഗ്ലിച്ചൊക്കെ ഇട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഫസ്റ്റ് പ്ലേ ടു കംപ്ലീറ്റ് വിത്തൗട്ട് ഗ്ലിച്ച്. ഓക്കെ, ഇൻ 1.8 വെർഷൻ. 1.2 ഞങ്ങൾ സീറ്റ്സ് ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്ത് ഫേം ഗെയിം പ്ലേ ആയിരുന്നു. പ്രീസെറ്റ് 5, അതും പ്രീസെറ്റ് 5 തന്നെ ഇട്ട് കംപ്ലീറ്റ് ആക്കി വിത്ത് നൈറ്റ്മെയർ വെർഷൻ. 1.0 വെർഷൻസ് ഗെയിം പ്ലേ വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഷോർട്ട് ഗണ്ണിൻ്റെ പാട്ടെടുക്കാം. പുള്ളിക്കാരത്തി പുറത്തോട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ ട്രാപ്പ് ഡിസേബിൾ ചെയ്യാൻ ഇങ്ങനെ ഇപ്പം തീർന്നേനെ. സെൻട്രീനേക്ക് തൊപ്പി വരെ ഉണ്ട് കേട്ടോ, സ്റ്റൈലിഷ് ആണെന്ന് വിചാരം. എങ്ങനെ വലിയ ആൾക്കാരാണെന്ന് വിചാരം. ആണ്ട് പോകുന്നു. അയ്യോ, നമുക്ക് പതുക്കെ ഇറങ്ങാം. ഗ്രാനിയോടെ കൊണ്ട് ഞങ്ങൾ താഴോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേഗം ചാടണ്ട. ഇവിടെ ഇഷ്ടംപോലെ ജെംസ് കേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അതൊന്നും വക വെക്കണ്ട. ഒരുപാട് തവണ കളിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ പേടിയൊക്കെ പോയി പതുക്കെ. ഓക്കെ ഗൈസ്, ഞങ്ങൾ നേരെ സീവറിലോട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും സീവറിനകത്തോട്ട് എത്തിച്ചിട്ടുണ്ട്. അതും ഗ്ലിച്ചൊന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ സാധനങ്ങൾ സീവറിലോട്ട് എത്തിച്ചു. ഓക്കെ, അത് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സംഭവമാണ്. ഇനി നിങ്ങൾക്ക് ചെയിൻ കട്ടർ എടുക്കാം, എല്ലായിടത്തും അങ്ങോട്ട് ഇടാം. പൊക്കോട്ടെ, 1 2 പോക്കും ചെല്ല്. ഓക്കെ, വുഡൻ സ്റ്റിക്ക്. ചില സമയം ഈ ചെയിൻ കട്ടറിന് കളറൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കാണാൻ. ആഞ്ചലിനെ പോയിട്ടുണ്ട്, സാധനം എല്ലാം കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ചെയിൻ കട്ടർ കുഴപ്പമില്ല. പക്ഷേ വുഡൻ സ്റ്റിക്കും ബ്രസ്റ്റി പാളോക്കിക്ക് ആണ് കളറിൻ്റെ ആ അറ്റ്മോസ്ഫിയറിൻ്റെ കളറാണ്, അതുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് പാടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ആഞ്ചലിനെ പോകുന്നിടം വരെ നോക്കിയിരിക്കണം. നിങ്ങൾ ഒരുപാട് കെയർഫുള്ളായിരിക്കണം ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, ഞാൻ ഇഷ്ടംപോലെ കളി കളിച്ച് നോക്കി. സ്ലെൻഡറിനെ പിടിച്ച് അമുക്കി കണക്കുകളില്ല കേട്ടോ. കണ്ട പോകുന്നു. ബൈ ബൈ ആഞ്ചലീന. അയ്യോ, അടിക്കുന്നു. തിരിഞ്ഞു പോന്ന് തോന്നാവോ? അയ്യോ ആണ്ടിരിക്കുന്നു. ഇവിടെ എന്തിനു നിൽക്കുന്നു? അങ്ങോട്ട് പോവും. ഒന്നെങ്കിൽ ഞാൻ നേരെ പോവും, അല്ലെങ്കിൽ തിരിഞ്ഞു പോവും. ചുമ്മാ നിന്ന് കളിക്കുന്നു. നോക്കി പോയിട്ടുണ്ട്. നേരെ പോകുന്നേ. നേരെ സാധനങ്ങൾ എടുത്ത് അങ്ങോട്ട് എറിയണം. അയ്യോ, അവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. നിൽക്കുന്ന ഒച്ച ഞാൻ കേട്ടു. ഓക്കെ, പുള്ളിക്കാരിക്ക് അങ്ങ് മൂലയ്ക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് സാധനം വെച്ച് ഇപ്പം തന്നെ അങ്ങോട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ ഈ നോക്കിയിരിക്കുന്നത്. ഓക്കെ, തലയിട്ട് നോക്കണോ? വേണ്ട, അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. വേഗം പോവാം. നേരെ പുട്ടസ്റ്റിക്ക് എറിയുക. അവർ അവിടുന്ന് കാണുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇവിടുന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചേക്കണം. ഓക്കെ, വേഗം പോ. പോലീസ് വേഗം ഇറങ്ങിയിട്ടുണ്ട്. ചെയിൻ കട്ടർ ഇറങ്ങി റെസ്റ്റി പാളിലൊക്കെ എടുക്കുക. ഓക്കെ, നേരെ അങ്ങോട്ട് പോട്ടെ. വുഡൻ സ്റ്റിക്ക് എടുക്കുക. ആഞ്ചലിനെ ഇനി കാണത്തില്ല ഗൈസ്. ഗ്ലിച്ച് ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യുന്ന ആദ്യത്തെ പ്ലെയറായിട്ട് മാറുകയാണ്. ഓക്കെ, അതും ഹാലോവിൻ നൈറ്റ്മെയർ ആണ്, ബ്ലൈൻഡ് മോഡ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ബട്ട് സ്റ്റിൽ കേസ് ഓഫ് ഗ്രാനൈറ്റ് അത്രയും വരുത്തില്ല, അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു വിഷയമേ അല്ല. അയ്യോ, കിട്ടി റെസ്റ്റി പാളിലൊക്കെ. ഓക്കെ ഗൈസ്, ഫൈനലി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഫൈനലി എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഗ്രാനി, സെൻട്രീന, ആഞ്ചലീന, സ്പൈഡർ എന്ത് ഓളോ മോഡ്. ദിസ് ഈസ് കാർത്തിക് ഹിസ്റ്ററി, ദ സ്ട്രോങ്സ്റ്റ് പ്ലെയർ ഓഫ് ഓൾ ടൈം. ഓക്കെ, ഗ്ലിച്ചില്ലാതെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ അതിൽ എക്സ്പേർട്ടാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്. ഞങ്ങൾ റോഡ് ടു 5K ആണ്. 5K എത്തുമെന്ന് അറിയത്തില്ല. നിങ്ങൾ എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.